നമസ്കാരം. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ അഞ്ജു അറസ്റ്റിലായി. അവിവാഹിതയായ 21-കാരി അഞ്ജുവാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിലെ ശുചിമുറിയിൽ പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത്. ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീട്ടിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ശുചിമുറിയിൽ പ്രസവിച്ചതും വീടിനോട് ചേർന്ന അയൽവീട്ടിലെ പറമ്പിലേക്ക് ചേമ്പിലയിൽ പൊതിഞ്ഞ് പെൺകുഞ്ഞിനെ വലിച്ചെറിഞ്ഞതുമെല്ലാം തെളിവെടുപ്പിനിടെ 21-കാരി പോലീസിനോട് വിശദീകരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അഞ്ജുവിനെ ഉച്ചയോടെ ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവതിയുടെ മെഴുവേലിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. നാട്ടുകാരടക്കം വൻ ജനക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രക്തസ്രാവത്തെ തുടർന്ന് 21-കാരി ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. സംശയം തോന്നിയ ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പ്രസവിച്ച കാര്യം അഞ്ജു സമ്മതിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ച ഇലവുംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധിച്ചു. കുഞ്ഞിന് തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. വിശദമായ മൊഴിയെടുക്കലിന് ശേഷം പോലീസ് കൊലക്കുറ്റം ചുമത്തി. വലിച്ചെറിഞ്ഞപ്പോൾ തലയടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്ന അഞ്ജുവിന്റെ മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. ബന്ധുക്കളെ ചോദ്യം ചെയ്യും. ഗർഭത്തിന് ഉത്തരവാദിയായ കാമുകനെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും അപ്പോഴാണ് മരിച്ചതെന്നുമായിരുന്നു യുവതി ആദ്യം നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ ക്ഷതം എങ്ങനെയുണ്ടായി എന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിച്ചത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് യുവതി സത്യങ്ങൾ വെളിപ്പെടുത്തിയതും യുവതിയെ അറസ്റ്റ് ചെയ്യുന്നതും. കഴിഞ്ഞ 17-ന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പൊക്കിൽ കൂടി വേർപെടുത്തിയ ശേഷം ചേമ്പിലയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു. രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി. സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കലിലെ ഉഷ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയ യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു ആദ്യം അഞ്ജുവിന്. ഡോക്ടർ ഏറെ നേരം ചോദ്യം ചെയ്തപ്പോൾ പ്രസവിച്ചുവെന്നും കുഞ്ഞു മരിച്ചുപോയെന്നും പറഞ്ഞു. തുടർന്ന് ഡോക്ടർ ഇലവുംതിട്ട പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ കാമുകനായ ഇലവുംതിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധമുണ്ടായിട്ടുണ്ട്. യുവതി ഗർഭിണിയായ വിവരം കാമുകനും അറിയാമായിരുന്നു. എന്നാൽ പ്രസവ തീയതി കണക്കുകൂട്ടിയത് തെറ്റിയതാണ് വിനയായത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവമെന്നായിരുന്നു ഇരുവരും കരുതിയിരുന്നത്. എന്നാൽ മാസം തികഞ്ഞാണ് യുവതി ഇപ്പോൾ പ്രസവിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആൾതാമസമില്ലാത്ത വീടായതിനാലായിരുന്നു യുവതി അയൽ വീട്ടിലെ പറമ്പിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത്. കുഞ്ഞിന് 2 ദിവസം മാത്രമാണ് പ്രായമായതെന്നും പോലീസ് പറഞ്ഞു. ആശുപത്രി അധികൃതർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇലവുംതിട്ട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നതും. എന്നാൽ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോഴാണ് കുഞ്ഞിന്റെ വിവരം അറിഞ്ഞതെന്നാണ് അഞ്ജുവിന്റെ മുത്തശ്ശി പറഞ്ഞത്. അസുഖമാണെന്ന് പറഞ്ഞ് രാവിലെ ആശുപത്രിയിലേക്ക് പോയതായിരുന്നു അഞ്ജുവെന്നും മറ്റൊരു വിവരങ്ങളും തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമായിരുന്നു മുത്തശ്ശിയുടെ വെളിപ്പെടുത്തൽ.